ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കോവിഡ് അവലോകന യോഗം ചേരുകയാണ്. നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാകും. കൂടുതൽ നിയന്ത്രണങ്ങൾ വന്നേക്കാം. ഇന്ന് അർദ്ധരാത്രി മുതൽ, അതായത് ഞായറാഴ്ച ദിവസം സമ്പൂർണ്ണ ലോക്ക്ഡൗൺ ആണ്. നാളെ ലോക്ക്ഡൗൺ ആണ്. കഴിഞ്ഞ 10-25 ദിവസത്തിന് ശേഷമാണ് ഇപ്പോൾ ഒരു ലോക്ക്ഡൗൺ ഉണ്ടാവാൻ പോകുന്നത്. കഴിഞ്ഞ 2 ഞായറാഴ്ച വാരാന്ത്യ ലോക്ക്ഡൗൺ ഉണ്ടായിരുന്നില്ല. വ്യാപന ശേഷിയുള്ള ഡെൽറ്റ വൈറസിൻ്റെ സാന്നിധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ കരുതൽ വേണമെന്നുള്ള ആരോഗ്യമന്ത്രിയുടെ മുന്നറിയിപ്പുണ്ട്. ഇതൊക്കെ സംബന്ധിച്ചാണ് വീഡിയോയിൽ വ്യക്തമാകുന്ന. വീഡിയോ മുഴുവനായിട്ടും കാണുക. ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനാബിൾ ചെയ്ത് വെക്കുക. കൂടുതൽ ആളുകളിലേക്ക് വീഡിയോ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. സംസ്ഥാനത്ത് ദിനംപ്രതി കോവിഡ് വ്യാപനവും TPR കൂടുന്ന സാഹചര്യത്തിൽ ഇന്ന് അടിയന്തര കോവിഡ് അവലോകന യോഗം ചേരും. നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാകും. കൂടുതൽ നിയന്ത്രണങ്ങൾ വരുത്തണോ എന്നുള്ള കാര്യത്തിലും ഇന്നൊരു തീരുമാനം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച നിലവിലെ രോഗികൾ 1 ലക്ഷത്തിന് താഴെയായിരുന്നു. ഇന്നത് 2 ലക്ഷത്തിലേക്ക് അടുക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ള പല അറിയിപ്പുകളുമുണ്ട്. അതായത് നമ്മുടെ സംസ്ഥാനത്ത് അതിവ്യാപന ശേഷിയുള്ള ഡെൽറ്റ വകഭേദം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ ശ്രദ്ധ വേണം. ഹോം ക്വാറന്റൈൻ, ഹോം ഐസൊലേഷനുകളൊക്കെ സജീവമായി കൃത്യമായി നടപ്പിലാക്കണമെന്നും അദ്ദേഹം പറയുന്നു. ഹോം ഐസൊലേഷനിൽ ആഹാരങ്ങൾ, TV റിമോട്ട്, മൊബൈൽ ഫോൺ എന്നിവ കൈമാറരുത്. ധാരാളം വെള്ളം കുടിക്കണം. അറ്റാച്ച്ഡായി ബാത്റൂമുള്ള വായു സഞ്ചാരമുള്ള റൂമിൽ ഐസൊലേഷനിൽ ഇരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. സ്വയം നിരീക്ഷിക്കണം. ശ്വാസം മുട്ടൽ, നെഞ്ചുവേദന, നെഞ്ചെരിച്ചിൽ, അമിതമായ ക്ഷീണം, അമിതമായ ഉറക്കം, കഫത്തിലുള്ള രക്തത്തിൻ്റെ സാന്നിധ്യം, കടുത്ത പനി, ബോധക്ഷയം, മോഹാലസ്യപ്പെടൽ എന്നിവ ഉണ്ടെങ്കിൽ അതൊരു അപായ സൂചനയാണ്. വൈദ്യസഹായം തേടണം. RRT പ്രവർത്തകരെ, മറ്റു ആരോഗ്യ പ്രവർത്തകരെ നിങ്ങൾ വിളിക്കണം. വീട്ടുകാരെ വിവരം അറിയിക്കണം. ആ ഒരു കാര്യം കൂടി എല്ലാ ആളുകളും ശ്രദ്ധിക്കുക. നാളെ വാരാന്ത്യ ലോക്ക്ഡൗൺ ആണ്. വാരാന്ത്യ ലോക്ക്ഡൗണിൽ കർശനമായിട്ടുള്ള നിയന്ത്രണങ്ങളാണ്. ട്രിപ്പിൾ ലോക്ക്ഡൗണിനോട് സമാനമായിട്ടുള്ള നിയന്ത്രണങ്ങൾ ഉണ്ടാകും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അവശ്യ സർവീസുകൾ മാത്രമേ പ്രവർത്തിക്കാൻ അനുവദിക്കുകയുള്ളൂ. ഗതാഗതം സമ്പൂർണ്ണമായിട്ടും നിയന്ത്രിക്കും. KSRTC ഭാഗികമായിട്ടുള്ള സർവീസുകളെ നടക്കൂ. പൊതുഗതാഗതം ഉണ്ടായിരിക്കുന്നതല്ല. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, കോവിഡ് വ്യാപനം രൂക്ഷമാണ്. കൂടുതൽ രോഗികൾ ദിനം പ്രതി ഉണ്ട് എന്നുണ്ടെങ്കിലും വെന്റിലേറ്ററുകൾ, ICU എന്നിവയൊക്കെ ഒഴിവുണ്ട്. നിലവിൽ സർക്കാർ ആശുപത്രികളിൽ 1048 ICU കിടക്കകളുണ്ട്. അതിൽ 1020 കോവിഡ് രോഗികളും 740 നോൺ കോവിഡ് രോഗികളുമാണുള്ളത്. ബാക്കി 282 ICU ഒഴിവുണ്ട്. 63% ICU നിലവിൽ ഒഴിവുണ്ട്. വെന്റിലേറ്ററിൻ്റെ കാര്യവും അതുപോലെ തന്നെയാണ്. വെന്റിലേറ്റർ ഉള്ളത് 2293 വെന്റിലേറ്ററുകളാണ്. അതിൽ 1701 വെന്റിലേറ്ററുകൾ ഒഴിവുണ്ട്. അതായത് 75% വെന്റിലേറ്ററും നിലവിൽ ഒഴിവാണ്. നിലവിൽ 20,724 കിടക്കകൾ സജ്ജമാക്കി ഇട്ടിട്ടുണ്ട് എന്നും ആരോഗ്യമന്ത്രി വ്യക്തമാക്കുന്നു. അപ്പോൾ ആരും ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല. പക്ഷേ ജാഗ്രത വേണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് വ്യക്തമാക്കുന്നു. ഇന്ന് അവലോകന യോഗം, നാളെ സമ്പൂർണ്ണമായിട്ടുള്ള വാരാന്ത്യ ലോക്ക്ഡൗൺ, ഇതൊക്കെയാണ് നടക്കാൻ പോകുന്നത്. അവലോകന യോഗത്തിന് ശേഷമുള്ള അറിയിപ്പുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഡെയിലി അപ്ഡേറ്റിൽ നിങ്ങളെ കൃത്യമായിട്ട് അറിയിക്കുന്നതാണ്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനാബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇതുവരെയും ബൈ.